Good afternoon all. So in the methodology and instrumentation, we have started with microscope. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് മൈക്രോസ്കോപ്പ് നമ്മൾ പഠിച്ചു. ടു ടൈപ്സ് ലൈറ്റ് മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് റിസോൾവിങ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പിനെ പറ്റിയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിലേക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് റിസോൾവിങ് പവർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞ ടോപ്പിക്കും നമ്മൾ കഴിഞ്ഞ തവണ കവർ ചെയ്തതാണ് അല്ലേ, എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും നോട്ട്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ ഭാഗമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. റിസോൾവിങ് പവർ ഓഫ് എ ഡിവൈസ്. അപ്പോൾ ഒരു ഡിവൈസിന്റെ റിസോൾവിങ് പവർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി to see the objects that are located at a distance. ദൂരെ നിന്ന് കാണുന്ന ഒബ്ജക്ട്സിനെ നമുക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു, അതാണ് അതിന്റെ റിസോൾവിംഗ് പവർ, ഒരു ഡിവൈസിന്റെ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. And it is the power of an optical device to distinguish between two firmly placed objects which are located at a distance and produce their images. അപ്പോൾ ഇപ്പോൾ രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കത് രണ്ടും ക്ലോസ് ആയിട്ടിരിക്കുന്നത് പോലെ തോന്നും. പക്ഷെ അവർ തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമുക്ക് ഒരു ഒപ്റ്റിക്കൽ ഡിവൈസിലൂടെ കാണാൻ കഴിഞ്ഞാൽ അതിൻ്റെ റിസോൾവിംഗ് പവർ, അത് അതിൻ്റെ റിസോൾവിംഗ് പവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഒപ്റ്റിക്കൽ ഡിവൈസിന്റെ റിസോൾവിംഗ് പവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്ങനെ? ഈ ക്ലോസ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ it is the power of an optical device to distinguish between two firmly placed or closely placed objects which are located at a distance and produce their image. ഇനി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് ഒബ്ജക്ട്സ്. രണ്ട് ഡിഫറെന്റ് ഒബ്ജക്ട്സിന്റെ മിനിമം ഡിസ്റ്റൻസ് ആണ് റെസൊല്യൂഷൻ ഇൻ ആൻ ഇമേജ് ദാറ്റ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ്. അപ്പോൾ അവർ തമ്മിൽ രണ്ട് ഒബ്ജക്ട്സിന് ഡിഫറെന്റ് ആയിട്ട് കാണാൻ കഴിയുന്ന ആ ഒരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ട്, അതിനാണ് എന്ത് പറയാം? റെസൊല്യൂഷൻ. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ മിനിമം റിസോൾവബിൾ ഡിസ്റ്റൻസ്. ഇനി അക്കോർഡിംഗ് ടു ദ റെയ്ലെക്സ് ഫോർമുല, തീറ്റ ഈക്വൽ ടു 1.220 ലാംഡ ബൈ ഡി. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ റെസൊല്യൂഷൻ ആണ്. ലാംഡ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ ലെൻസ് അപ്പർച്ചർ. ദെൻ കൺസിഡറിംഗ് ദ ഡിഫ്രാക്ഷൻ ത്രൂ എ സർക്കുലർ അപ്പർച്ചർ. ഒരു സർക്കുലർ അപ്പർച്ചറിലൂടെ ഉള്ള ഒരു ലൈറ്റിന്റെ ഡിഫ്രാക്ഷൻ നമ്മൾ പറയുകയാണെങ്കിൽ വി ക്യാൻ സ്റ്റേറ്റ് ദാറ്റ് റിസോൾവിംഗ് പവറിന് നമുക്ക് അങ്ങനെ ഡെഫിനിഷൻ കൊടുക്കാം. ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് ഒബ്ജക്ട്സ് വിച്ച് ക്യാൻ ബി റിസോൾവ്ഡ് when viewed from an optical instrument. അതാണ് അതിന്റെ റിസോൾവിംഗ് പവർ. The optical instruments must be able to display two separate and individual images of the objects. അപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ കഴിയണം. അതാണ് ആ ഒബ്ജക്റ്റിന്റെ റിസോൾവിംഗ് പവർ. ഒരു ഒബ്ജക്റ്റിലൂടെ, ഒരു മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ലോസ്ലി വെച്ചിട്ടുള്ള ഈ ഒബ്ജക്ട്സിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ട് സെപ്പറേറ്റ് ഇമേജ് ആയിട്ട് കാണാൻ കഴിയണം. അതാണ് ആ ഒബ്ജക്റ്റിന്റെ എന്താ പറയുക, ആ ഇൻസ്ട്രുമെന്റിന്റെ, ആ മൈക്രോസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ടെലസ്കോപ്പിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്രയും പോകണ്ട, ടെലസ്കോപ്പിന്റെ കാര്യം നമുക്ക് വേണ്ട. അപ്പൊ ഇങ്ങനെ അടുത്തത് പറയാനുള്ളത് എന്താണ് ഈ മാഗ്നിഫിക്കേഷനും റെസൊല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഏകദേശം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞത് വി ക്യാൻ ക്ലിയർലി സീ ടു ഒബ്ജക്ട്സ് വിച്ച് ആർ ക്ലോസ്ലി പ്ലേസ്ഡ് അറ്റ് വിച്ച് ആർ ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ്. നല്ല ക്ലോസ് ആയിട്ടുള്ള ടു ഒബ്ജക്ട്സിന്റെ നമുക്ക് ക്ലിയർലി സെപ്പറേറ്റ് ആയിട്ട് കാണാൻ കഴിയലാണ് റിസൊല്യൂഷൻ. എന്നാൽ മാഗ്നിഫിക്കേഷൻ ആണെങ്കിലോ it magnifies the size of the object. ഒരു ഒബ്ജക്റ്റിന്റെ സൈസിനെ വലുതാക്കി കാണിക്കൽ മാത്രമാണ് എന്ത്? മാഗ്നിഫിക്കേഷൻ. ദെൻ റെസൊല്യൂഷൻ, ഇറ്റ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് ഒബ്ജക്ട്സ്. അപ്പൊ നമുക്ക് രണ്ട് ഒബ്ജക്ട്സിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ കഴിയും ഒരു ഡിസ്റ്റൻസിൽ. റെസൊല്യൂഷനുള്ള ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ. മാഗ്നിഫിക്കേഷൻ ആണെങ്കിലോ വെറും ഒരു ഒബ്ജക്റ്റിനെ എൻലാർജ് ചെയ്ത് മാത്രം കാണാൻ സാധിക്കുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും. So the magnification and resolution are inversely proportional to each other.
എന്ന് വെച്ചാൽ മാഗ്നിഫിക്കേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് റെസൊല്യൂഷൻ ഡിക്രീസ് ചെയ്യും, റെസൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ മാഗ്നിഫിക്കേഷൻ ഡിക്രീസ് ചെയ്യും. അപ്പോൾ അത് രണ്ടും വൈസ് വേഴ്സയാണ്. So it is the distinctness of two different objects located closely. Magnification എന്ന് പറയുന്നത് enlargement of size of an object. അപ്പോൾ resolving power or resolution of an objective lens, it is measured. ഇതെങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? By its capacity to distinguish between two different lines or points in an image. അപ്പോൾ ഓരോ ഇമേജിൽ വരുന്ന പോയിന്റ്സും ലൈൻസും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ കഴിയണം. അതാണ് അതിൻ്റെ റിസോൾവിംഗ് പവർ. അപ്പോൾ മോർ ദ റിസോൾവിംഗ് പവർ, ലെസ് വിൽ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ് ഓർ പോയിന്റ്സ്. അപ്പോൾ നല്ല റിസോൾവിംഗ് പവർ കൂടുതലാവുമ്പോൾ നമുക്ക് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ പറയുക, കുറവായിരിക്കും എന്നാണ് പറയുന്നത്. സോ ദ ലാർജർ ദ ന്യൂമറിക്കൽ അപ്പർച്ചർ, ദ മോർ വിൽ ബി ഇറ്റ്സ് റിസോൾവിംഗ് പവർ. ന്യൂമറിക്കൽ അപ്പർച്ചർ കൂടുമ്പോഴും റിസോൾവിംഗ് പവറും അതിനനുസരിച്ച് കൂടും. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഇക്വേഷൻ കാണുന്നുണ്ട്. വെൻ ഇറ്റ് കംസ് ടു മൈക്രോസ്കോപ്സ്, ഇനിയിപ്പോൾ മൈക്രോസ്കോപ്പിൽ നമ്മൾ പറയുകയാണെങ്കിൽ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഒബ്ജെക്ട്സ്. A microscope can be resolved, and this is done by using Abbe's criterion, which was given by Ernest Abbe. Abbe എന്ന് പറഞ്ഞ വേർഡ് നമുക്ക് അറിയാം, അബ്ബെ കണ്ടൻസർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഈ വർഷം വരുന്നുണ്ട്. which was given by Ernest Abbe in the year 1873. അദ്ദേഹമാണ് ഈ റിസോൾവിംഗ് പവറിനെ കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള നമുക്ക് ഒരു തന്നത്, ഇമേജ് തന്നത്. It states that resolution R depends on the angular aperture. Here, the resolution is measured in terms of distance, and it is not based on angular resolution. So the resolving power of the microscope formula is given by, അപ്പോൾ മെയിൻ ആയിട്ട് റിസോൾവിംഗ് പവർ ഓഫ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർമുല നമുക്കറിയാം. അതെന്താണ്? 1.22 lambda by numerical aperture of the condenser plus numerical aperture of the objective, where numerical aperture എന്ന് പറയുന്നത് n sin theta, n a എന്ന് പറയുന്നതാണ് numerical aperture. Theta എന്ന് പറയുന്നത് half of the angle alpha of the lens, and it depends upon the focal length and diameter of the lens. Small n എന്ന് പറയുന്നത് refractive index ആണ് of the medium between specimen and lens. Lambda എന്ന് പറയുന്നത് വേവ് ലെങ്ത്. അപ്പോൾ diffraction of an aperture restricts the resolving power of the light microscope. So an optical system cannot be able to form perfect image of the point due to diffraction. For a resolution to occur, the first order diffraction beam and direct beam must be connected to the objective of the microscope. അപ്പോൾ ഇങ്ങനെ വരും. നമ്മളൊരു ഒബ്ജക്റ്റ് കാണുകയാണെങ്കിൽ ഇതിന്റെ ഈ റൗണ്ട് ആയിട്ട് കാണുന്നത് എയറി പാറ്റേൺ ആണ്. ഇത് അൺറിസോൾവ്ഡ് ആണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ട് നമുക്ക്? ഇല്ല. പക്ഷെ ഇത് നോക്കൂ, റിസോൾവ്ഡ് ഇമേജ്, രണ്ട് ഒബ്ജക്റ്റും സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ട് അല്ലെ? ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്, രണ്ട് ഒബ്ജക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതാണ് അതിന്റെ റിസോൾവിംഗ് പവർ. ഇനി റെസൊല്യൂഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞത് ഇതാണ് ഒരു ലിമിറ്റ്. ഇതിന്റെ ഇപ്പുറത്തേക്ക് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണും, ഇതിന്റെ അപ്പുറത്തേക്കാണെങ്കിൽ അതേപോലെ അൺറിസോൾവ്ഡ് ആയിട്ട് കാണും. അപ്പൊ രണ്ടിന്റെ ഇടയിൽ വരുന്ന റിസോൾവ്ഡിന്റെ ഇടയിൽ വരുന്നതാണ് എന്ത്? റെസൊല്യൂഷൻ ലിമിറ്റ്. അപ്പൊ ഈ റൗണ്ട് ആയിട്ട് കാണുന്നത് എയർ പാറ്റേൺ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് റിസോൾവ്ഡും അൺറിസോൾവ്ഡും നമുക്ക് കാണാൻ കഴിയുക. പിന്നെ ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, 3-dimensional point spread function. So the limit of resolution of the microscope object refers to എന്താണ്? Its ability to distinguish between closely spaced airy disk in the diffraction pattern. So 3-dimensional representation of the diffraction pattern near the intermediate plane, image plane, is called point spread function. നമ്മളിവിടെ കണ്ടല്ലോ, ഇതാണ് 3-dimensional point spread function എന്ന് പറയുന്നത്. The specimen image is represented by a series of closely spaced point light source that form airy pattern, and it can be illustrated in both 2 and 3 dimensions. അപ്പോൾ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
It is a subjective value in optical microscopy. എന്ന് വെച്ചാൽ at high magnification, image may appear unsharp, but still resolve to maximum ability of the objective. Numerical aperture എന്ന് പറയുന്നത് it determines what resolving power of an objective, but the total resolution of entire microscope optical frame, it is also depend on the numerical aperture of the substage condenser. നമ്മൾ കണ്ടൻസർ നമ്മൾ എന്താ സ്റ്റേജിന്റെ അടിയിലൊരു സംഭവമല്ല, അത് വെച്ച് നീക്കിയിട്ടല്ല നമ്മൾ കണ്ടൻസർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അവിടെയാണ് ഈ ന്യൂമറിക്കൽ അപ്പറേച്ചറിന്റെ കാര്യങ്ങൾ വരുന്നത്. ഹയർ ദ ന്യൂമറിക്കൽ അപ്പറേച്ചർ ബെറ്റർ ദ റെസൊല്യൂഷൻ. അപ്പൊ അവിടെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത് ആ സബ്സ്റ്റേജ് കണ്ടൻസറിൽ. അപ്പൊ അവിടെ ഈ ന്യൂമറിക്കൽ അപ്പറേച്ചർ ഹയർ ആകുമ്പോൾ നമുക്ക് റെസൊല്യൂഷൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. അതായത് രണ്ട് ഇമേജസിനെ സെപ്പറേറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. The correct alignment of microscope optical system. It is also paramount importance to ensure maximum resolution. The substage condenser must be matched to the objective with respect to the numerical aperture and adjustment of the aperture iris diaphragm for accurate line cone formation. അപ്പോൾ നമ്മൾ അടിയിലുള്ള മൈക്രോസ്കോപ്പിന്റെ തൊട്ട് സ്റ്റേജിന്റെ താഴെയുള്ള ഡയഫ്രം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടാണ് കറക്റ്റ് ലൈറ്റ് ഫോൾ ചെയ്യണതും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഐറിസ് ഡയഫ്രം ഫോർ ആക്യുറേറ്റ് ലൈറ്റ് കോൺ ഫോർമേഷൻ ആൻഡ് സ്പെസിമെൻ ഇലുമിനേഷൻ. The wavelength spectrum of light used to image a specimen is also determining factor in degree of resolution afforded by the microscope. Shorter wavelengths are capable of resolving details to a greater degree than the longer wavelength. അതൊരു പോയിന്റ് ആണ്. സോ ഇതിലും കുറെ ഇക്വേഷൻസ് വരുന്നുണ്ട് to show the relationship between numerical aperture, wavelength, resolution. ഏതൊക്കെയാണ്? റെസൊല്യൂഷൻ R = λ/2na. പിന്നെ വേറെ ഇക്വേഷൻ R = 0.61 λ/na. അതുപോലെ തന്നെ സെയിം ഡെഫിനിഷൻ സെയിം ആണ്, പക്ഷെ ഇക്വേഷൻ വ്യത്യാസം വരുന്നു. 1.22 λ/ numerical aperture of objective plus numerical aperture of condenser lens. R എന്ന് പറയുന്നത് റെസൊല്യൂഷൻ, ന്യൂമറിക്കൽ അപ്പർച്ചർ അതിന്റെ ടേംസ്. ഇക്വേഷൻ 1 ഉം 2 ഉം ഡിഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ദ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. 1 ഉം 2 മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ which is 0.5 for equation 1 and 0.61 for equation 2. അതാണ് ആദ്യത്തെ രണ്ട് ഇക്വേഷൻ തമ്മിലുള്ള വ്യത്യാസം. So these equations are based upon a number of factors to account for the behavior of objectives and condensers, and it should not be considered an absolute value of any one general physical law, such as fluorescent microscopy or confocal microscopy. The resolution may actually exceed the limits placed by any one of this equation. Other factors such as low specimen contrast, improper illumination may serve to lower resolution, and more often than not, the real world maximum value of R and numerical aperture is 1.35 and are not realized in practice. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റെസൊല്യൂഷനെ പറ്റി. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. ന്യൂമറിക്കൽ അപ്പർച്ചർ, റെസൊല്യൂഷൻ, റിസോൾവിംഗ് പവർ, അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇമേജ് എങ്ങനെ കാണുക എന്നുള്ളത്, അതും റിസോൾവിംഗ് പവർ ന്യൂമറിക്കൽ അപ്പർച്ചർ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നതെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിന്റെ ഇക്വേഷൻസ്, 3 ഇക്വേഷൻസ് ഉണ്ടല്ലോ, അതും മനസ്സിൽ വെക്കുക, ലാംഡ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഡിസ്കസ് ചെയ്യാം.